ഇന്ന് ഞാൻ ഉച്ചയുടെ വിശേഷമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നത്. അപ്പോൾ അതിന് തന്നെ നമുക്കിന്ന് രാവിലത്തെ ചായക്കടി ഒന്ന് കാണിക്കാം. ഇന്ന് ഓട്ടടയാണ് ഞാൻ ചായക്ക ഉണ്ടാക്കുന്നത്. അതിന് അരിയൊക്കെ അരച്ച് പിന്നെ ഓട്ടടയൊക്കെ ചുട്ടിട്ടോ. അതിന് പുറത്തടുപ്പത്തു നിന്നാണ് ഇപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ. അങ്ങനെ ഓട്ടടയൊക്കെ ചുട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു. പുറത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളമൊക്കെ തിളക്കും കേട്ടോ. അങ്ങനെ വെള്ളമൊക്കെ തിളച്ചെന്നാണ് അതിന് അരി കഴുകി ഇട്ടുകൊടുക്കാം. അരിയൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിക്കുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കുന്നത്. ചരങ്ങ കറി വെക്കാനായിട്ടെന്ന് വിചാരിച്ചത്. അപ്പം ഇത് വീട്ടിലുണ്ടായിട്ടുള്ള ചരങ്ങ തന്നെയാണ്, യാതൊരു വിഷമില്ലാത്ത നല്ല ചരങ്ങയാണ്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി കഴുകി നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. ഇങ്ങനെ കുക്കറിലാണ് ചരങ്ങയൊക്കെ വെക്കുക. നല്ല മഴ ഉണ്ടാവുന്നതിലേക്ക് പച്ചമുളകും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പേരിക്ക് ഇന്ന് പൊന്നാങ്കണ്ണി ചീരയാണ്, അതും വീട്ടിലുണ്ടാക്കിയത് തന്നെയാണ്. അപ്പം പൊന്നാങ്കണ്ണി ചീരയൊക്കെ വൃത്തിയായി കഴുകി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഞാനോട് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോഴേക്കും നമ്മൾ ചോറൊക്കെ വെന്ത് പാകമാണ്. ചോറൊക്കെ ഊറ്റിയിട്ട് പാത്രത്തേക്ക് മാറ്റാം. അടുപ്പത്ത് വേറെ പാത്രം വെച്ചിട്ട് നമുക്ക് ചീരപ്പേരി ഉണ്ടാക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണയ്ക്ക് പച്ചമുളകും തേങ്ങയും ചതച്ചതും കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ടെടുത്ത് ഇളക്കിയതിന് ശേഷം ചീര ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. പിന്നെ ഒന്ന് മീൻ മത്തിയ കിട്ടിയത്, മത്തിയ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നമുക്കത് കുരുമുളക് ഇട്ട് വറ്റിക്കുകയും ചെയ്യാം. അതിനായിട്ട് ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചും, പിന്നെ പൊടികളായിട്ട് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി മിക്സിക്ക് ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുടംപുളി ഇട്ട് കൊടുത്ത്, പുളിയിട്ട് കുടംപുളിയാണ് എടുത്തത്, മറ്റേ പുളി ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അത് ചട്ടിക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് ഐശുവിൻ്റെ വകയായിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി പിന്നെ മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിയിട്ട് കൊടുക്കാം. അതും ഐശുവിൻ്റെ പണി തന്നിട്ട് ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ പണിയൊക്കെ. ചില മീനിൽ ഇങ്ങനെ തൊടുക, കളിക്കുക, മീൻ മുറിക്കുമ്പോൾ ആ വെള്ളത്തിൽ വന്ന് ഇങ്ങനെ കൈയിട്ട് കളിക്കുക, അതൊക്കെ ഭയങ്കര താല്പര്യ പരിപാടിയാണ്. അപ്പോൾ ഓൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. മീനൊക്കെ മുഴുവനായി ഇട്ട് അതിന് ശേഷമൊക്കെ നന്നായി ഇളക്കി പിന്നെ യോജിപ്പിച്ചതിന് നമുക്ക് വേവിക്കാനായിട്ട് സ്റ്റൗവിൽ വെക്കാം. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ചിരങ്ങ വറവിടാം. ചിരങ്ങ വറവിടാണ്ടിട്ട് വെളിച്ചെണ്ണയ്ക്ക് ചെറിയുള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ചിരങ്ങയൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പോഴേക്കും മീനൊക്കെ കറിയൊക്കെ വറ്റി പിന്നെ പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുത്തതും അടുപ്പം എടുത്ത് വെക്കാം. പിന്നെ മാങ്ങയോട് ചമ്മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു. തേങ്ങ ചെറിയതും മാങ്ങയും പിന്നെ പച്ചമുളക് പഴുത്തതും 2 ചെറുള്ളി ഇട്ടിട്ട് നമുക്ക് മിക്സി ഇട്ടിട്ടൊന്ന് അരച്ചുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി. ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഓണ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മാങ്ങ ചമ്മന്തിൻ്റെ മതിയാവും ചോറൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനും ശ്രമിക്കാം കേട്ടോ. അടുത്ത വിശേഷമായിട്ട് പിന്നെ കാണാം.